ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുബൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് പെട്ടെന്ന് തന്നെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാൻ ഇതിനു വേണ്ടി 1/2 കിലോഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം ഇതിനു വേണ്ടി ഇതുപോലൊരു ബൗൾ എടുക്കാം. എന്നിട്ട് അതിലേക്ക് അല്പം ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇതൊന്ന് നന്നായിട്ട് പൊങ്ങി വരണം. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുബൂസിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാം. 1/2 കിലോഗ്രാം മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ പൊങ്ങി വന്നിട്ടുള്ള ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചപ്പാത്തിക്കുള്ള മാവ് തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഈ മാവും തയ്യാറാക്കി എടുക്കേണ്ടത്. അതിനു വേണ്ടി അല്പം ഇളം ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ അല്പം പാലോ ചേർത്ത് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഇതിനു വേണ്ടി 1 ബൗൾ പാലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാല് കുറച്ചായി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റാം. എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഒന്ന് അടച്ചു വെക്കാം. 2 മുതൽ 4 മണിക്കൂർ വരെ നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 2 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത്. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ടൈം കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാകും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരേ വലുപ്പത്തിലുള്ള വലിയ ബോൾസാക്കി മാറ്റാം. എല്ലാ ബോൾസും റെഡിയാക്കിയ ശേഷം നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി അടച്ചു വെക്കാം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നായി എടുത്ത് പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തിയെടുക്കുന്നത് പോലെ കനം കുറച്ചിട്ടല്ല പരത്തിയെടുക്കേണ്ടത്. കുബൂസ് അല്പം കനത്തോടു കൂടി വേണം പരത്തിയെടുക്കാനായിട്ട്. ഇതുപോലെ അല്പം കട്ടിയായി തന്നെ പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന എല്ലാ കുബൂസും നമുക്കിതുപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അടച്ചു വെക്കാം. ഇവിടെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇതിനു വേണ്ടി ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് ചുട്ടെടുക്കാം. ഇതുപോലെ ചെറിയ ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ സൈഡിലും ചെറുതായിട്ട് ബബിൾസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുബൂസ് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ കുബൂസ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള എല്ലാ കുബൂസും ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് കുബൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു.